പരിശുദ്ധമായ ജീവിത സംവിധാനത്തിലൂടെ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള എല്ലാ വഴികളും ഓരോ മനുഷ്യരും അവൻ്റെ ഉടമസ്ഥനായ റബ്ബുമായി ലയിച്ചു ചേരുന്നതിന്, അല്ലെങ്കിൽ ഇണങ്ങിച്ചേരുന്നതിന്, അല്ലെങ്കിൽ ജീവിച്ചേരുന്നതിന്, മാനസികമായി തൻ്റെ സൃഷ്ടാവിനെ സദാസമയവും സ്മരിക്കുന്നവരായി, ഓർക്കുന്നവരായി, അനുസരിക്കുന്നവരായി ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടിയിട്ടാണ് ജനസമൂഹത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രതിനിധികളായി, ഖലീഫമാരായി ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അതിനുള്ള വഴികളും വഴിത്താരകളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും താക്കീതുകളുമെല്ലാം അവരിൽപ്പെട്ട ഒരാളെ കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആ പരമ്പരയെ പൂർത്തീകരിച്ച് തരികയും ചെയ്തിട്ടുള്ളതാണ്. ആ പരമ്പരയിലെ വളരെ ശ്രദ്ധേയമായ ഒരു കർമ്മമാണ് ഓരോ മനുഷ്യരും തൻ്റെ സൃഷ്ടാവിന് വേണ്ടി ചെയ്യുന്ന വണക്കം, സുജൂദ്, നമസ്കാരം എന്നെല്ലാം പറയപ്പെടുന്ന കർമ്മം. ആ നമസ്കാരത്തിൻ്റെ രൂപവും ഭാവവും അതിൻ്റെ ആകൃതിയും അതിൻ്റെ അകക്കാമ്പും ഇതെല്ലാം ഏതൊക്കെ നിലയിലായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ ചില ആൾക്കാരുടെ നിലപാടുകൾ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ആ ശൈലിയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെതായ മാർഗങ്ങളും നമ്മൾ ആ കർമ്മവുമായി എപ്രകാരമാണ് ലയിച്ചു ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇഴുകി ചേർന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ചില മറുപടികളായിട്ട് മഹത്തുക്കൾ പറയുന്ന ചില വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗൗരവവും ആഴവും നമ്മുടെ ഹൃദയങ്ങളിൽ ഇറക്കി തരുമാറാകട്ടെ. ആ നിലയിൽ അല്ലാഹുവുമായി ബന്ധപ്പെടുന്നതിനും അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരുന്നതിനുള്ള സായുജ്യമടയാനുള്ള മാനസികമായ അവസ്ഥയും അല്ലാഹു നമുക്കും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകണം. ഇന്ന് ലോകത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന നമസ്കാരക്കാരായ ആൾക്കാരെ ചില വിഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ട് മഹത്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ നമസ്കാരവും നമ്മളുടെ ഇബാദത്തുകളും ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുമെന്നതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. മറ്റാരെയെങ്കിലും പഴിചാരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ളതായ സൂചനാ വാക്കുകൾ നൽകാനോ വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ നഫ്സിനോടും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അവരവരുടെ നഫ്സുകളോടും അവരുടെ ഇബാദത്തും അവരുടെ നിലപാടുകളും ഏതവസ്ഥയിലാണ്, ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി മാത്രം മഹത്തുക്കൾ രേഖപ്പെടുത്തിയ ചില വാക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തമായ നിലയിൽ കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്കും മുഴുവൻ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ ഉലമാക്കൾ എന്നോട് നിങ്ങളോട് പറയുന്നു, വന്നാസു ഫിസ്സലാത്തി അലാ മറാത്തിബ ഖംസത്തിൻ. ഇന്ന് ലോകത്ത് കാണുന്ന നമസ്കാരക്കാരായ ആൾക്കാർ അവരുടെ നമസ്കാരത്തിൽ അവർ സ്വീകരിച്ചു പോകുന്ന നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 5 വിഭാഗക്കാരായി നമസ്കാരക്കാരെ വിഭജിക്കാൻ കഴിയുമെന്ന് മഹത്തുക്കൾ എനിക്ക് നിങ്ങൾക്കും പഠിപ്പിച്ചു തരികയാണ്. അതിൽ ഓരോ വിഭാഗക്കാരെ സംബന്ധിച്ചും അവർ പറഞ്ഞ നിർവചനങ്ങളും വാക്കുകളും മാത്രമാണ് ഞാൻ എഴുതിക്കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. മർത്തബത്തുൽ ളാലിമി ഫിസ്സലാത്തി മർത്തബത്തുൽ ളാലിമി ലിനഫ്സിഹി അൽ മുഫ്രിതു അല്ലദി ഇൻതഖസ മിൻ വുളൂഇഹ വമവാഖീതിഹ വഹുദൂദിഹ വഅർകാനിഹ ഫഹുവ മുആഖബ്. ഒന്നാമത്തെ വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അവയെ സംബന്ധിച്ചുള്ളതായ ചില വാക്കുകളാണ് പറഞ്ഞത്. മർത്തബത്തുൽ ളാലിം, ഒന്നാമത്തെ വിഭാഗം ആൾക്കാർ അവർ അവരുടെ നഫ്സിനോട് തന്നെ നമസ്കാരത്തിലൂടെ അക്രമം പ്രവർത്തിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ അത്ഭുതം തോന്നുന്ന ഒരു വാക്കാണ്
3-4 ആഴ്ചകളായിട്ട് ഞാൻ ഓതുന്ന ആയത്തുമാണ്. ചിലർക്ക് ചോദിക്കുകയുണ്ടായി, ആയത്ത് ഓതി വെച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ, അതിനെപ്പറ്റി വിശദീകരിച്ചില്ലല്ലോ. ആ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് ഒരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആയത്ത് ഓതി വെച്ചത്. അതിനുള്ള അവസരമായപ്പോൾ അതിനെപ്പറ്റി പറയുകയാണ്. വന്നാസു ഫിസ്സലാത്തി മർതബത്തുൽ ളാലിമി ലിനഫ്സിഹി. നമസ്കാരത്തിൽ ഒന്നാമത്തെ വിഭാഗം ആൾക്കാർ, നമസ്കാരത്തിലൂടെ സ്വമേധയാ അക്രമം പ്രവർത്തിക്കുന്ന, അനീതി കാണിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. എന്താണ് അവരുടേതായ അനീതി? അല്ലെങ്കിൽ നമസ്കാരത്തിലൂടെ എങ്ങനെ അക്രമം പ്രവർത്തിക്കാൻ കഴിയും? നമസ്കാരം എങ്ങനെ തനിക്ക് വിനയായി തീർക്കാൻ കഴിയും, വിനയാക്കി തീർക്കാൻ കഴിയും? മഹാന്മാരായ ആൾക്കാർ പറയുന്നു, അൽ മുഫ്രിത്തുല്ലതി ഇൻതഖസ മിൻ വുദൂഇന. ഒന്നാമത്തെ ആ വിഭാഗം ആൾക്കാർ, അല്ലെങ്കിൽ ഒന്നാമത്തെ വിഭാഗത്തിന്റെ ചില വിശേഷണങ്ങൾ, അവർ ആ നമസ്കാരത്തിന് വേണ്ടി നിറവേറ്റുന്ന ഒതു അത് സമ്പൂർണമാക്കുകയില്ല. ഒതുവിൽ തന്നെ അതിൻ്റെതായ ന്യൂനതകൾ വരുത്തിയിട്ടായിരിക്കും ഒതു ചെയ്യുന്നത്. ആർക്കോ വേണ്ടി ഒതു ചെയ്യുന്നത് പോലെ, എന്തിനോ വേണ്ടിയിട്ട് ഒതു ചെയ്യുന്നത് പോലെ. ഞാൻ ആമുഖമായി ചില ആഴ്ചകൾക്കൊന്ന് പറഞ്ഞിരുന്നു, ഒതുവിന്റെ ഫറായിദുകൾ, ഒതുവിന്റെ ഷർത്തുകൾ, ഒതുവിന്റെ സുന്നത്തുകൾ ഇത്യാദി കാര്യങ്ങളെ പാലിക്കപ്പെടാത്ത നിലയിൽ മുഖം കഴുകേണ്ടത് എവിടെ മുതൽ എവിടം വരെയാണ്, അതിന്റെ വീതി ഏതാണ്, അതിന്റെ രൂപം എപ്രകാരമാണ്, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ ഒദുവിന്റെ രൂപമാണ് അതിന്റെ ഫർദുകളായി എണ്ണിപ്പറയുന്നത്, അതിന്റെ ഷർത്തുകളായി എണ്ണിപ്പറയുന്നത്, അതിന്റെ സുന്നത്തുകളായി എണ്ണിപ്പറയുന്നത്. വേറെ ഒന്നുമല്ല. തങ്ങൾ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ സഹാബാക്കളിൽ പല ആൾക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ചെന്നിട്ട് ഒദുവിന്റെ രൂപം പഠിക്കുമായിരുന്നു. കണ്ട് പ്രാവർത്തികമായ നിലയിൽ ഒദുവിന്റെ ഫർദുകളും ഷർത്തുകളും പറഞ്ഞിട്ടല്ല, മറിച്ച് എങ്ങനെ ഒദു ചെയ്യണം, ആ ഒദുവിന്റെ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്നും സഹാബാക്കൾ കണ്ടു മനസ്സിലാക്കുമായിരുന്നു. തങ്ങൾ ഒദു ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ദിന്നൂറൈൻ റളിയല്ലാഹു തആല അൻഹു, അലി കറമല്ലാഹു വജ്ഹഹു തുടങ്ങിയുള്ള ഖലീഫമാർ, സഹാബാക്കളിൽപ്പെട്ട ഫുഖഹാക്കളായ സഹാബാക്കളിൽപ്പെട്ട അഗ്രഗണ്യന്മാരായ ആൾക്കാർ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ദീനിൻ്റെതായ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ളതായ സഹാബാക്കളോട് അനിബിധങ്ങൾ ഒദു ചെയ്തതുപോലെ എന്ന് ഒദു ചെയ്ത് കാണിച്ചു തരും എന്ന് സഹാബാക്കൾ തന്നെ മറ്റ് സഹാബാക്കളോട് ആവശ്യപ്പെടുമായിരുന്നു. എപ്പോഴും എല്ലാവരും എല്ലാ സന്ദർഭങ്ങളിലും തങ്ങളുടെ സന്നിധിയിൽ ഉണ്ടാകുമായിരുന്നില്ല. തങ്ങളുടെ സന്നിധിയിലുള്ളവർ ഇല്ലാത്തവർക്ക് ഊഴമൂഴമായി അവർ തങ്ങളുടെ സന്നിധിയിൽ നടന്ന കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. നമസ്കാരത്തിന്റെ വിഭാഗത്തിൽ ഒരു വിഭാഗം ആൾക്കാർ നമസ്കാരത്തിലൂടെ തനിക്കെതിര് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ തന്റെ നഫ്സിനോട് അക്രമം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആദ്യത്തെ വിശേഷ ഗുണമാണ് അവർ ഒദു സമ്പൂർണമാക്കുകയില്ല. ഒദുവിന്റെ ഒരു കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കൊന്നും ഞാൻ പറഞ്ഞിരുന്നു, നമസ്കാരത്തിന്റെ ഒദുവിന്റെ അവയവങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു രോമഭൂമത്തിൽ വെള്ളം പറ്റാതെ സഹാബാക്കൾ വന്നാൽ നബിതങ്ങൾ പറയുമായിരുന്നു, വൈലുൽ ലിൽ അഖാബ് മിനന്നാർ. മടമ്പുകാലുകൾ ഉടയവർക്ക് വൈലെന്ന് പറയുന്ന നരകമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നമസ്കാരം സ്വമേധയാ തനിക്ക് നരകത്തിലേക്ക് ചെന്നെത്താനുള്ള വഴിയാണ്, അപകടകരമായ ഒരു മേഖലയാണ്. അതാണ് അല്ലാലിമു ലിനഫ്സിഹി. നമസ്കാരത്തിലൂടെ സ്വമേധയാ തന്നെ അനീതി പ്രവർത്തിക്കുന്ന, അക്രമം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമസ്കാരത്തിന്റെ ഫർദായ അവയവങ്ങളിൽ നിന്നും ഒരു രോമകൂപത്തിൽ വെള്ളം ലഭിക്കാതെ അല്ലെങ്കിൽ വെള്ളം ചേരാതെ നമസ്കാരത്തിന് ഒദു ചെയ്തുകൊണ്ട് വന്നാൽ ആ ഒദു സമ്പൂർണമാകുകയില്ല, ഒദു സഹീഹാകുകയില്ല. ആ ഒദുവോടുകൂടി നമസ്കരിച്ചാൽ ആ നമസ്കാരം തനിക്ക് തന്നെ അക്രമത്തിന് അല്ലെങ്കിൽ തനിക്ക് തന്നെ നാശം വരുത്തിവിട്ടതിന് കാരണമാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതുമായി മസായിൽപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുവേദികളിൽ ചർച്ച ചെയ്യപ്പെടാവുന്നതല്ല. അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്കും എപ്പോഴും ആർക്കും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉസ്താദന്മാരെ സമീപിച്ച് സഹാബാക്കൾ അങ്ങനെയായിരുന്നു, മഹത്തുക്കൾ അങ്ങനെയായിരുന്നു, എങ്ങനെ ഒദു ചെയ്യണം, എങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ സുജൂദ് ചെയ്യണം, ഇതെല്ലാം പഠിക്കാൻ വേണ്ടി അവർ അറിവുള്ളവരുടെ സന്നിധാനത്തിൽ എത്തുമായിരുന്നു.
ഇന്ന് നമ്മളുടെ അവസ്ഥയാണെങ്കിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഓരോരുത്തരുടെയും മനോഗതികൾ അവരവരുടെ മാറിൽ കൈവച്ച് ആലോചിച്ചുകൊള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലുണ്ടായിരുന്ന സഹാബാക്കൾ അവരുടെ മാതൃകയും അവരുടെ ശൈലിയും ഇതായിരുന്നു. അതിലൊന്നാമത്തെ വിഭാഗം ആൾക്കാർ, നമസ്കാരത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ആൾക്കാരെ വിശേഷ ഗുണങ്ങളെ പറ്റി പറയുകയാണ്. അവർ വുദുവിനെ സമ്പൂർണമാക്കുകയില്ല. വുദു ന്യൂനതയുള്ളതായിരിക്കും, കുറവുള്ളതായിരിക്കും, ശരിയാകയില്ല, സമ്പൂർണമാകയില്ല എന്ന് മാത്രമല്ല, വുദു സഹീഹാകാതെയാണെങ്കിൽ ആ നമസ്കാരം ന്യൂനതയുള്ളതാണെന്ന് മാത്രമല്ല, ആ നമസ്കാരം ബാത്തിലാണ്, നിഷ്ഫലമായതാണ്, സഹീഹല്ലാത്തതാണ്. മിൻ വുദൂഇഹാ വ മവാഖീതിഹാ. രണ്ടാമത്തെ വിശേഷണം ഒന്നാമത്തെ വിഭാഗത്തിൽ തന്നെയുള്ള രണ്ടാമത്തെ വിശേഷഗുണമാണ് അതിന്റെ സമയങ്ങളെ പാലിക്കുകയില്ല. നമസ്കാരം എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് തനിക്ക് തോന്നുന്ന സമയത്ത് അവസരമാക്കുമ്പോൾ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം, അല്ലെങ്കിൽ റമദാനിൽ മാത്രം, അല്ലെങ്കിൽ റബീഉൽ അവ്വലിൽ മാത്രം, അല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും വർഷത്തിലെ 2 പെരുന്നാൾ ദിവസം മാത്രം, ഇങ്ങനെയുള്ള നമസ്കാരത്തിന്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്, ആ സമയം നിശ്ചയം ആ നമസ്കാരത്തിലൂടെ ഞാൻ എന്നോട് തന്നെ അനീതി പ്രവർത്തിക്കുകയാണ്, അക്രമം പ്രവർത്തിക്കുകയാണ്. മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു തരികയാണ്, വഹും യുറാഊന അന്നാസ. അവർ നമസ്കരിക്കുന്നത് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നമസ്കാരക്കാരെ സംബന്ധിച്ചാണ് ളാലിമുൽ നഫ്സിഹി എന്ന് പറയുന്നത്. വഹും കുസാല. മടിയന്മാരായ നിലയിൽ, അലസന്മാരായ നിലയിൽ അവർ നമസ്കാരത്തിൽ ഹാജരാകുന്നവരാണ്. ഇവരെ സംബന്ധിച്ചിട്ടാണ് മവാഖീത്തിനെ, മീഖാത്തുകളെ അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്ത സമയമാണ്. ഇതിനകത്ത് യാതൊരു സ്വാതന്ത്ര്യവും ആർക്കുമില്ല. നിശ്ചയിച്ചു കൊടുക്കപ്പെട്ട സമയം, നിശ്ചയിച്ചു കൊടുക്കപ്പെട്ട എണ്ണം, നിശ്ചയിച്ചു കൊടുക്കപ്പെട്ടതായ ആ ഓഹരികൾ അത് പൂർത്തീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഫർദ് ഐനാണ്. വ്യക്തിപരമായി ഓരോ മുഅ്മിന്റെയും ബാധ്യതയാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയബന്ധിതമായ നിലയിൽ ഓരോ മുഅ്മിനായ മനുഷ്യന്റെ മേലും ബാധ്യതയായ ഒരു കർമ്മമാണ്. അതെങ്ങനെയെങ്കിലും നിറവേറ്റിയാൽ പോരാ, അത് നിറവേറ്റുന്ന രൂപമുണ്ട്, അതിന് ഭാവമുണ്ട്, അതിൻ്റെതായ ആകൃതിയുണ്ട്. അത് ആരിൽ നിന്നും പഠിക്കണം? അത് നിബിധങ്ങളിൽ നിന്നും പഠിക്കണം. നിബിധങ്ങളിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാന്മാരായ സഹാബാക്കളിൽ നിന്നും, താബിഈങ്ങളിൽ നിന്നും, സലഫ് സാലിഹീങ്ങളിൽ നിന്നും, ഇങ്ങനെയുള്ള മഹത്തുക്കളിൽ നിന്നും പരമ്പരയായി ഇന്നും 500ഓളം പരമ്പരകൾ, തലമുറകൾ എണ്ണി പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിന്റേതായ വക്താക്കൾ എനിക്ക് നിങ്ങൾക്കും ദീനിന്റെ അഹ്കാമുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരാണ് പറഞ്ഞു തരുന്നത്, നമസ്കാരം ഓരോരുത്തരും അവരവരുടെ നഫ്സിന് നാശം വരുത്തുന്ന നമസ്കാരമാക്കി തീർക്കുന്നു. അവരാരാണ്? അവരിൽ ഒന്നാമത്തെ വിഭാഗത്തിന്റെ ആദ്യത്തെ വിശേഷ ഗുണം, അവർ വുദുവിനെ സഹീഹാക്കുകയില്ല, ശരിയാക്കുകയില്ല. രണ്ടാമത്തെ വിശേഷ ഗുണം, അതിന്റെ സമയത്തെ അവർ പാലിക്കുകയില്ല. നമസ്കാരത്തിന് ചില അതിർവരമ്പുകളുണ്ട്, ചില ന്യായങ്ങളുണ്ട്. എങ്ങനെ റുക്കൂഅ് ചെയ്യണം, അതിന്റെ നിശ്ചയമായ ഹദ്, പരിധി അല്ലാഹു സുബ്ഹാനഹു വ തആല നബികളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തിൽക ഹുദൂദുല്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിന്റെ നിയമപരിധികളാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ആര് അല്ലാഹുവിന്റെ നിയമപരിധികളെ ലംഘിക്കുന്നു അവൻ അക്രമിയാണ്. അത് നമസ്കാരത്തിലൂടെയാണ് ലംഘിക്കുന്നതെങ്കിൽ ആ നമസ്കാരം അവൻ അക്രമമായി തീരുന്നു. എന്ന് മാത്രമല്ല, നമസ്കാരം അവന് ശിക്ഷയ്ക്ക് അർഹമാകുന്ന ഒരു അമലായി മാറുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. അവരെ പറ്റിയാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഓരോരുത്തരും അവരവരുടെ നഫ്സിനോടും അവരവരുടെ മാറിലേക്കും മാത്രമേ വിരചൂണ്ടാവുള്ളൂ. മറ്റാരിലേക്കും, ഞാൻ എന്നോടും കേൾക്കുന്ന ഓരോരുത്തരും അവരവരോടും അവരവരുടെ നമസ്കാരത്തിന്റെ നിലവാരം ഇന്ന് ഈ പറയുന്ന ഈ ഭാഗത്തിൽപ്പെട്ടതാണോ എന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രം പറയുകയാണ്. അവരുടെ വുദുവിനെ സൂക്ഷിച്ചിട്ട് പൂർണ്ണമാക്കുക, സഹീഹാക്കുകയില്ല, സമയം പാലിക്കുകയില്ല. അതിന് നിശ്ചയിച്ചിരിക്കുന്ന അതിർവരമ്പുകൾ, കൈ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ കെട്ടേണ്ടത് ഏത് രൂപത്തിലാണ്, എപ്രകാരമാണ് കൈ കെട്ടുമ്പോൾ കൈയിൻ്റെതായ മുൻകൈയിന്റെ പള്ളകൾ അത് ഖിബ്ലയ്ക്ക് അഭിമുഖമായിരിക്കണം. എങ്ങോട്ടെങ്കിലും കൈകെട്ടിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും വന്നിട്ട് കൈകെട്ടാറുണ്ട്.
നമസ്കാരത്തിൽ കൈകെട്ടുമ്പോ ഇങ്ങനെ വന്ന് കൈകെട്ടാറുണ്ട്. ഈ കൈകെട്ടൽ കൊണ്ട് തന്നെ നമ്മളുടെ ഈ നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, നമ്മളുടെ നമസ്കാരത്തിൽ ഞാൻ എന്റെ ഖിബിലയ്ക്ക് അഭിമുഖമായി നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോ ശരീരത്തിന്റെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഓരോ അവയവങ്ങളും ഖിബിലയ്ക്ക് അഭിമുഖമാകുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒരു ഷർത്താണ്. അത് നമ്മൾ കാണുന്നത് പോലെ ചില ആൾക്കാർ കൈ കെട്ടുന്ന രൂപം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ശൈലി കണ്ടു കഴിഞ്ഞാൽ വളരെ അപകടകരമാണ്. ഇത് ഓരോരുത്തരും അവരവരുടെ ശരീരത്തിനോട് സ്വന്തമായി ആലോചിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ഗൗരവവും ആഴവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമസ്കാരത്തിന് ചില നിയമപരിധികളുണ്ട്. ആ നിയമപരിധികൾ നിബിധങ്ങൾ കാണിച്ചു തന്നു. ഞാൻ എങ്ങനെ നമസ്കരിച്ചതായി നിങ്ങൾ കണ്ടോ, ആ നിലയിൽ നിങ്ങൾ നമസ്കരിക്കണം. നിബിധങ്ങളുടെ കൽപ്പനയാണ്, നിബിധങ്ങളുടെ ആജ്ഞയാണിത്. ഇത് സുന്നത്താണെന്ന് മാത്രം പറഞ്ഞ് കളയാവുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ പേരിലാണ് ഇതിന്റെ ഗൗരവം എത്രമാത്രം അപകടകരമായ മേഖലകളിലേക്ക് നാം ഓരോരുത്തരും ചെന്നുവിടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ നമസ്കാരത്തിന്റെ ശൈലി അതാണെങ്കിൽ തിരുത്തി അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രചോദനമാകാൻ വേണ്ടി മാത്രമാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിൻ്റെതായ റുക്നുകളെ, ഫർളുകളെ ശ്രദ്ധിക്കാതെ നമസ്കരിച്ചാൽ ആ നമസ്കാരം തീർച്ചയായും അവനോട് തന്നെ അക്രമം കാണിക്കുന്നവരാണ്, അനീതി കാണിക്കുന്നവരാണ്. അതിൻ്റെതായ റുക്നുകൾ ഈ പറയുന്ന വിഭാഗം ആൾക്കാർ, ഒരു വിഭാഗം ആൾക്കാർ ആദ്യത്തെ വിഭാഗക്കാരാണ്. അവർക്ക് വേണ്ടി പറയപ്പെട്ടത് 4 കാര്യങ്ങൾ, 4 വിശേഷ ഗുണങ്ങളാണ്. ഒന്നാമതായി അവർ ഉളുവിനെ സഹീഹാക്കുന്നില്ല. രണ്ടാമതായി അവർ സമയത്തെ പാലിക്കുന്നില്ല. മൂന്നാമതായി അവർ നമസ്കാരത്തിന്റെ ആകൃതിയും രൂപവും അതിന് കാണിച്ചു തന്ന നിയമപരിധികളെ ലംഘിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും തന്നിഷ്ടപ്രകാരം ചെയ്യുന്നു. 4ാമത്തെ വിശേഷ ഗുണം, അതിന്റെ ഫർളുകളെ അവർ ശ്രദ്ധിക്കുന്നില്ല. ഈ നിലയിലുള്ള ഒരു വിഭാഗം ആൾക്കാർ, ഈ വിഭാഗത്തെ സംബന്ധിച്ചാണ് മഹാന്മാരായ ആൾക്കാരുടെ വാക്കുകളാണ്. ഒന്നാമത്തെ വിഭാഗം ആൾക്കാർ, ആ ഒന്നാമത്തെ വിഭാഗം ആൾക്കാരിൽ 4 വിശേഷ ഗുണങ്ങൾ ഉള്ളുന്ന, അല്ലെങ്കിൽ 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനുള്ള നമസ്കാരമാണെങ്കിൽ ആ നമസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അവന്റെ നമസ്കാരത്തിന്റെ പേരിൽ അവനെ ശിക്ഷിക്കപ്പെടാൻ യോഗ്യനാണ്. നമസ്കാരത്തിന്റെ പേരിൽ അവനെ ശിക്ഷിക്കപ്പെടാൻ യോഗ്യനാണ്, അർഹനാണ്. സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഇബാദത്തിന്റെ ഭാവത്തിലൂടെ, ഇബാദത്തിന്റെ രൂപത്തിലൂടെ, പൈശാചികമായ കുതന്ത്രങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും അകപ്പെട്ടു പോകുന്ന കെണിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്ക് അന്വർത്ഥമാക്കുന്നു. വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എന്തേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഈ വാക്കിന്റെ ആഴം? നമസ്കാരം എങ്ങനെ എന്നെ നരകത്തിലെത്തിക്കും? നരകം നമസ്കാരക്കാർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആരാ പറയുന്നത്? പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, അല്ലാഹയാണ് പറയുന്നത്. നമസ്കാരം നിർബന്ധമാക്കിയവനായ അല്ലാഹു തന്നെയാണ് പറയുന്നത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയബന്ധിതമായ നിലയിൽ നിർബന്ധമാക്കിയ നമസ്കാരം, ആ നമസ്കാരത്തിന്റെ പേരിൽ അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ അവൻ ശിക്ഷിക്കപ്പെടാൻ യോഗ്യനാണ്. മഹാന്മാരായ ഉലമാക്കൾ എനിക്കും നിങ്ങൾക്കും ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞു തരുന്നു. വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വൈൽ എന്ന് പറയുന്ന നരകം അത് ഏർപ്പാടി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കാഫിരീകൾക്ക് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ മുനാഫിഖീകൾക്ക് വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ അക്രമികൾക്ക് വേണ്ടിയിട്ടാണോ? തീർച്ചയായും അക്രമികൾക്ക് വേണ്ടിയിട്ടാണ്. ഏത് അക്രമകാരിയാണ് നമസ്കാരത്തിൽ തന്റെ ഉടമസ്ഥനായ റബ്ബിനെ പരിഹസിക്കാൻ, തന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ നിയമപരിധികളെ പാലിക്കാതെ, തന്റെ ഉടമസ്ഥനായ റബ്ബ് നിർദ്ദേശിച്ച നിബിധങ്ങളുടെ ശരീരങ്ങളെ പാലിക്കാതെ, ശറായിത്തുകളെയും സുന്നത്തുകളെയും ഫറായിദുകളെയും പാലിക്കാതെ ആംഗ്യം കാണിക്കുന്നവൻ, കോട്ടി കാണിക്കുന്നവൻ, ഏതെങ്കിലും നാടകം കാണിക്കുന്നവൻ, അഭിനയിക്കുന്നവൻ, അല്ലാഹയെ കളിയാക്കുന്നവൻ, അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അതാണല്ലോ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ പറ്റി പറഞ്ഞവരോട് പറയാണ്, വയുസല്ലൂന കുസാലാ, മടിയന്മാരായി, അലസന്മാരായി. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? ഞാൻ ഏത് കർമ്മത്തിന് വേണ്ടിയിട്ടാണ് തയ്യാറായി വന്നിരിക്കുന്നത്? ഇതിനെപ്പറ്റി
അറിയുകയുമില്ല, യാതൊരു ബോധവും ഇല്ലാത്ത നിലയിൽ നമസ്കാരക്കാരായി വരുന്ന ആൾക്കാർക്ക് വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ് വൈലെന്ന് പറയുന്ന നരകം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ വിഭാഗത്തെ സംബന്ധിച്ചാണ് ഉലമാക്കൾ പറയുന്നത് ഫഹുവ മുആഖബുൻ ഇൻദല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ശിക്ഷയ്ക്ക് യോഗ്യനായ നിലയിൽ നമസ്കാരത്തിലൂടെ അല്ലാഹുവിന്റെ പക്കൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങാൻ സന്നദ്ധനായ നിലയിൽ ഞാൻ മടങ്ങുകയാണ്, ആഖിറത്തിലേക്ക് ചെല്ലുകയാണ്, അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയാണ്, അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റാണ് തീരുമാനിക്കുന്നത്. ഫഹുവ മുആഖബുൻ ഇൻദല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ ശിക്ഷയ്ക്ക് യോഗ്യനായവനാണ്, അർഹനായവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വിവേകവും അല്ലാഹുവുമായുള്ള മാനസികമായ ബന്ധവും അല്ലാഹു നിർബന്ധമാക്കിയ ഈ ഫറായിലുകളുടെ ഗൗരവവും മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് ചെന്നുചേരാനുള്ള വഴിയായി നൽകിയതായ കർമ്മത്തെ സ്വന്തം നാശത്തിനും സ്വന്തം പരാജയത്തിനും സ്വന്തം നഷ്ടത്തിനും കാരണമാകത്തക്ക നിലയിൽ വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരത്തിലൂടെ നരകം സമ്പാദിക്കുന്നവരാണോ ഞാൻ? ഇവിടെ ഇരിക്കുന്ന ആരും മാറിൽ കൈവക്കും, ആലോചിക്കും, ചിന്തിക്കും. എന്റെ നമസ്കാരം ഇങ്ങനെയാണോ? എന്റെ നമസ്കാരം ഇങ്ങനെയാണോ? ഞാൻ എന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ നിന്നും ശിക്ഷയേറ്റ് വാങ്ങാനാണോ നമസ്കരിക്കുന്നത്? അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ, വിലയിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമസ്കാരക്കാരെ സംബന്ധിച്ചാണ് ഈ വാക്ക് സൂചിപ്പിച്ചതിന്റെ പേരിൽ അതിന്റെ ആഴവും അതിന്റെ ഗൗരവവും വികാരഭരിതനായി പോയി എന്ന് മാത്രം മാപ്പാക്കി തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളെ ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനിയും ബാക്കി വിഭാഗങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. സമയപരിമിതമായ എൻ്റെ പേരിൽ അതിലേക്ക് കിടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അവസരം ലഭിക്കുമ്പോഴാകാം. പരിശുദ്ധമായ നമസ്കാരവും മറ്റു ചില കർമ്മങ്ങളുമെല്ലാം തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ റമദാനിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള പുണ്യമായ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കടന്നു ചെല്ലുന്ന നാം ഓരോരുത്തരും അതിൻ്റെ ഗൗരവവും അതിൻ്റെ മാറ്റവും ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത അവസരങ്ങളിൽ പറയപ്പെടാം. ഭാഗ്യം ലഭിക്കുമെങ്കിൽ, അതല്ല എങ്കിൽ മറ്റുള്ളവരിലൂടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. എല്ലാ വർഷവും അപ്രകാരമുള്ള കാര്യങ്ങളെ ആവർത്തിക്കപ്പെടുന്നതാണ്. എങ്കിലും സന്ദർഭോചിതമായി വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പരിശുദ്ധമായ റജബ് അത് നമ്മളിലേക്ക് സമാഗതമാകാൻ 1-2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അഥവാ റമദാനിൻ്റെതായ മണം വീശുന്നതിന് സമയമായിരിക്കുന്നു. അതിനെ ഓർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രിയ മുഅ്മിനീങ്ങളോട്, പിതാക്കന്മാരോട് എപ്പോഴും പറയാറുള്ളത് പോലെ കൃത്യമായ ഇമാമും ജമാഅത്തുമായുള്ള നമസ്കാരം റമദാനിൽ എനിക്ക് നിങ്ങൾക്കും ഏതെങ്കിലും നിലയിലുള്ള പ്രതിഫലം കൊയ്തെടുക്കണമെങ്കിൽ, നേടിയെടുക്കണമെങ്കിൽ റജബ് മുതൽ തന്നെ ആ റജബിൻ്റെതായ മാസത്തിൽ തന്നെ ഇബാദത്തിന്റെ വിത്തുകൾ പാകിയെങ്കിൽ മാത്രമേ റമദാനിൽ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പോലെയുള്ള സൂഫി വര്യന്മാർ, മഹത്തുക്കൾ, ഔലിയാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉണർന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.